വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. ധ്യാൻ ശ്രീനിവാസൻ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ ആ പടം ഹിറ്റാവുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ധ്യാനിന്റെ ഇന്റർവ്യൂസും പ്രസംഗവും എന്തായാലും സൂപ്പർ ഹിറ്റാവും. സ്വന്തം അച്ഛനെയും ചേട്ടനെയും വരെ ട്രോളി കയ്യിൽ കൊടുക്കുന്ന ധ്യാൻ ഇത്തവണ ട്രോളിയത് സാക്ഷാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ദളപതി വിജയെയാണ്. ധ്യാനിന്റെ പുതിയ പടമായ വിസിറ്റർ പ്രമോഷന്റെ ഇടയിൽ പുള്ളി കാച്ചിവിട്ട ഒരു തമാശ ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ പുകിലായിരിക്കുകയാണ്. വിജയ് ആരാധകർ ഇപ്പോൾ ധ്യാനിനോട് മാപ്പ് പറ എന്നും പറഞ്ഞ് കൊടികുത്തി പ്രതിഷേധിക്കുകയാണ്. എന്തായാലും വിജയ് ഫാൻസിനെ ഇത്രയും ചൊടിപ്പിച്ച ആ തമാശ എന്താണെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. തമിഴ്നാട്ടിൽ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. നമുക്ക് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ, എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ഇതിലുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നമുക്ക് കല്യാണം കഴിച്ചു. നമുക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല CM ആകുമ്പോൾ വന്നാൽ മതി. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ത് തമാശ പറഞ്ഞാലും മലയാളി പ്രേക്ഷകർ അത് കണ്ട് ചിരിക്കും. ധ്യാനിന്റെ സിനിമ കാണുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ട് ചിരിക്കാൻ മാത്രം ഇവിടെ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ധ്യാൻ ശ്രീനിവാസന്. അവിടെ വിജയ് എന്ന് പറഞ്ഞാൽ വെറും ഒരു മാസ് സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ നെഞ്ചിലേറ്റിയ നേതാവ്. അതുകൊണ്ട് തന്നെ പുള്ളിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആരാധകർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിജയ് ഫാൻസിന്റെ വക ധ്യാൻ ശ്രീനിവാസന് പൊങ്കാല മഹോത്സവമാണ് നടക്കുന്നത്. ഞങ്ങളുടെ ജനപ്രിയ മുഖ്യമന്ത്രിയെ പരസ്യമായി അപമാനിച്ച ധ്യാൻ എത്രയും വേഗം മാപ്പ് പറയണം, ആ വാക്ക് പിൻവലിക്കണം എന്നാണ് ഫാൻസിന്റെ ആവശ്യം. സത്യത്തിൽ ധ്യാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് ആലോചിക്കുന്നുണ്ടാകും, എൻ്റെ പൊന്നു ദളപതി ഫാൻസേ, ഞാൻ എൻ്റെ അച്ഛനെ വരെ ഇതിലും വലിയ കോമഡി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന്. ഏതായാലും ധ്യാൻ ശ്രീനിവാസൻ മനഃപൂർവ്വം ആരെയും അപമാനിക്കാൻ പറഞ്ഞതല്ല എന്ന് മലയാളി പ്രേക്ഷകർക്കറിയാം. പുള്ളിയുടെ ഒരു ശൈലി അങ്ങനെയാണ്. പക്ഷേ അതിർത്തി കടക്കുമ്പോൾ കോമഡി ചിലപ്പോൾ ട്രാജഡി ആകുമെന്ന് ധ്യാൻ ചേട്ടന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ തമാശ അത്ര വലിയ തെറ്റാണോ? വിജയ് ആരാധകരുടെ ഈ പ്രതിഷേധം ന്യായമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.